ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് സ്കേറ്റിങ്ങിനൊന്നും പോകുന്നില്ല, ചൂടായതുകൊണ്ട്. ഇന്നലെ എല്ലാം രാത്രി ഒരുപാട് സ്കേറ്റ് ചെയ്ത് നല്ല ചൂടായിരുന്നു, ഒരുപാട് ടയർഡാണ്. അപ്പോൾ ഇന്ന് നേരെ ദുബൈത്തും ദുബൈത്തും കുറച്ച് മാർക്കറ്റ് ചെയ്ത കാഴ്ചകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളെ റൂമിൽ നിന്ന് ബിൽഡിങ്ങിൻ്റെ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചകളുണ്ടായത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉണ്ടാക്കിയത് അണ്ടർഗ്രൗണ്ട് പാസ്സാണ്. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങനെ അൽസബ്ക ബസ് സ്റ്റാൻഡിൻ്റെ അടുക്ക് പോകുന്ന ആ വഴിയാണ് ഈ കാണുന്നത്. അവിടെ പൈസ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വണ്ടിയൊക്കെ അവിടെ നിന്ന് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ദുബൈക്കാണ് പോകാനുള്ളത്. അപ്പോൾ നമുക്ക് ആ റോഡ് ക്രോസ് ചെയ്ത് കടക്കണം. അപ്പോൾ നമുക്കൊരു അണ്ടർ പാസ് ഉണ്ട് ഇവിടെ. ഇതുവഴി അങ്ങോട്ട് കടന്നിട്ട് പിന്നെ ബോട്ട് കയറുന്ന ആ വഴിക്കാണ് പോകാനുള്ളത്. അപ്പോൾ ആൾക്കാരെല്ലാം അവിടെ നിന്ന് ബോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുന്ന കാഴ്ചകൾ നിങ്ങൾ കാണുന്നു. അങ്ങനെ നമ്മളിതാ ആ അണ്ടർ പാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നേരെ മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. മുകളിൽ പോയി കണ്ടാലാണ് നമുക്ക് ബോട്ട് കയറിയിട്ട് ഒരു ദിറംസ് കൊടുത്തിട്ട് ദുബൈക്ക് പോകാനുള്ളത്. ഇത് ബോട്ടുകളെല്ലാം ഇവിടെ നേരെ നിൽക്കുന്നുണ്ട്. ചൂടായതുകൊണ്ടാണ് ഇവിടെ അധികം ആൾക്കാരൊന്നും നമുക്ക് കാണാത്തത്. ഈ കടയെല്ലാം മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് അടച്ചിട്ടേക്കട്ടെ. പക്ഷെ അവിടെ എന്തോ ഒരു വലിയ പ്രൊജക്റ്റ് വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ വലിയൊരു ബോട്ട് വെച്ചിട്ടുണ്ട്. ഇത് നേരെ അണ്ടർ പാസിൽ ഇങ്ങോട്ട് വന്ന് നമ്മളെ ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ കുറേ വ്യത്യാസങ്ങൾ വരാൻ പോകുന്നുണ്ട്. നമ്മളിതാ നേരെ ഈ ഒരു ഇതിൽ കൂടെ ചെറിയൊരു ബ്രിഡ്ജ് പോലെ ഉണ്ട്, അതിൽ കൂടെ വന്നിട്ട് ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് അപ്ര എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഒരു ദിറംസ് കൊടുത്തിട്ട് ദുബൈയിലോട്ട് പോകണം. പഴയ രീതിയിൽ തന്നെ ഇപ്പോഴും അവർ മെയിൻ്റെനൻസ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ബോട്ട് നേരെ പുറകിലോട്ട് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാരെല്ലാം വന്ന് കയറിയതിന് ശേഷം ബോട്ട് പുറകിലോട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ മന്ദം അങ്ങനെ ബാക്കിലോട്ട് പോവുകയാണ്. ആ ബാക്കിലോട്ട് പോകുന്ന വഴിത്തെ കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. ഇത് ബോട്ട് കുറച്ചും കൂടി റിവേഴ്സ് വന്ന് അവിടെ നല്ല ഒരു വ്യൂ ഒക്കെയാണ് കാണുന്നത്. അതാണ് ടിൻ ടവർ, റോളക്സ് ബിൽഡിംഗ് എന്നെല്ലാം പറയും ആൾക്കാർ. അവിടുത്തെ ഫേമസ് ബിൽഡിങ്ങിനാണ്, വലിയ ബിൽഡിങ്ങാണ്. ഈ കാണുന്നത് അൽസീബത്തെ വീഡിയോസ് എല്ലാം നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. ബോട്ട് അങ്ങനെ മുമ്പിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വരുന്ന കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയായിട്ടാണ്. ആ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം എമിറേറ്റ്സ് ഇസ്ലാമിക് ബാങ്കിൻ്റെ ബിൽഡിങ്. പിന്നെ അതിന് ശേഷം ഇപ്പുറത്ത് കാണുന്നതാണ് നമ്മളെ അലോയ്സ് ബിസിനസ് ടവർ ബിൽഡിങ്. ആ ഒരു ബ്ലൂ ഗ്ലാസ് ടൈപ്പിലാണ് കാണുന്നത്. ബോട്ടുകളെല്ലാം ഇവിടെ നിരന്ന് നിൽക്കുന്നുണ്ട്. നല്ല കുറച്ച് കുഴപ്പമില്ലാത്ത തിരക്കുകളുണ്ട്. ചൂടായതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നുമില്ല. അങ്ങനെ ബോട്ട് ഇങ്ങനെ മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് വലിയ ആഡംബര ബോട്ടുകളെല്ലാം ഉണ്ട്. അതെല്ലാം കണ്ടിട്ട് ഞാനിങ്ങനെ ബോട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബോട്ട് ഇങ്ങനെ പോകുന്നു. ആ കാണുന്നതാണ് ഗോൾഡ് സൂക്കിൻ്റെ ഭാഗത്തെ കാഴ്ചകളാണ് നിങ്ങളാ കാണുന്നത്. ആ ബോട്ടിൻ്റെ ഒക്കെ അപ്പുറം അങ്ങനെ നേരെ അങ്ങോട്ട് പോകുന്നത് ദുബായ് ഗോൾഡ് സൂക്കാണ്. കുറേ ബോട്ടുകൾ അങ്ങോട്ട് പോകുന്നു, കുറേ ബോട്ടുകൾ ഇങ്ങോട്ട് പോകുന്നു. ഒരുപാട് ബോട്ടുകൾ ടൂറിസ്റ്റുകളായിട്ട് പോകുന്നു. അതുപോലെ പാസഞ്ചറായിട്ട് കയറി പോകുന്ന വേറെ ബോട്ടുകൾ. അതെല്ലാം കണ്ടിട്ട് ഞാനിങ്ങനെ രസിച്ച് പോകണം. ഏകദേശം ദുബായ് എത്താനായ വഴിത്തെ കാഴ്ചകളാണ് കാണുന്നത്. അങ്ങനെ ബോട്ട് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ആൾക്കാർ ഇറങ്ങാൻ വേണ്ടി പോകുന്ന ബോട്ടുകൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കട്ടെ. അതിന് ശേഷം നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. ബോട്ട് ഇറങ്ങിയിട്ട് ഞാനിതാ ആ ഒരു ചെറിയൊരു ഇടവഴിയുണ്ട്, അതിലൂടെ നടന്നു പോകുമ്പോൾ രണ്ട് സൈഡിലും ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള മെയിൻ ബിസിനസ്സുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മലയാളികളും പാകിസ്ഥാനികളും അഫ്ഗാനിസ്ഥാനികളെയും സ്വീറ്റ്സിൻ്റെ കടകളും മസാല കടകളും ഡ്രസ്സിൻ്റെതാണ് കൂടുതൽ. പിന്നെ ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള പ്രത്യേകതരം ഡ്രസ്സുകളൊക്കെ അത് നമുക്ക് എല്ലാ സ്ഥലത്തും പോയി നടന്ന് കാണാൻ പോകുന്ന ട്രഡീഷണൽ വസ്ത്രങ്ങളും അതൊക്കെ തന്നെയാണ് ഇവിടെ ബിസിനസ്സായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കണ്ടിട്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുമ്പോട്ട് പോയപ്പോഴാണ് നമ്മളെ മലയാളികളുടേതായിട്ടുള്ള കുറച്ച് കടകളുണ്ട് അവിടെ. ഹോട്ടൽ കഫറ്റീരിയ എന്നൊക്കെ പറയും. ചൂടുള്ള പക്കോടയും സമൂസയും കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് പോകുമ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് മുമ്പിൽ ഒരുപാട് പേരിങ്ങനെ ഇതാക്കി. അവർക്കറിയാൻ വെച്ചാൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നതും വീഡിയോസ് ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായത് ഒരു യൂട്യൂബറാണ്. അതുകൊണ്ട് എൻ്റെ ക്യാമറയ്ക്ക് മുമ്പിൽ അവർ ഒരുപാട് കാര്യങ്ങളെല്ലാം ചൂട് പക്കോട എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കി കാണിച്ച് ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് അവരോട് ബൈ പറഞ്ഞ് ഞാനും ഫ്രണ്ടിലോട്ട് പറഞ്ഞ് തിരിച്ച് വരുമ്പോഴാണ് ഞാൻ ആ കടയിൽ പോയി കയറിയിട്ട് ചായയും സമൂസ എല്ലാം കഴിച്ചത്. ഇപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടാക്കുന്ന ടൈം ആയതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നു. രണ്ട് സൈഡിലും ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. കൂടുതലും ടൂറിസ്റ്റുകൾക്കുള്ള ബിസിനസ് തന്നെ. പിന്നെ ലീവ് ദിവസങ്ങളാണ് ഇവിടെ കൂടുതൽ ആൾക്കാരും വരെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് ആൾക്കാർ ഇങ്ങനെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. ഇവിടെ കൂടുതലും നേപ്പാളീസ് തന്നെയാണ് ഉള്ളത്. പിന്നെ ഇവിടുന്ന് കുറച്ച് ഇപ്പോൾ തിരക്ക് കുറവ് കാണുക വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് അമ്പലങ്ങളുണ്ടായിരുന്നു. അമ്പലങ്ങൾ വേറെ സ്ഥലത്തേക്ക് മാറ്റിയപ്പോൾ അതുകൊണ്ട് കുറച്ച് തിരക്ക് ഇവിടെ കുറവ് കാണുന്നുണ്ട്.
പിന്നെ ഇതാ അങ്ങനെ നമ്മൾ നടന്ന് ഇങ്ങനെ വരികയാണ് ഈ ഭാഗത്ത് കൂടിയെല്ലാം. അങ്ങനെ നമ്മളിതാ മീന ബസാറിൻ്റെ ഒക്കെ മെയിൻ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതാ സംസം ഇലക്ട്രോണിക്സ് ഉണ്ട്. ഒരുപാട് ടിക്ടോക്കിലും ഫേസ്ബുക്കിലും യൂട്യൂബിലെല്ലാം ആരാധകരുള്ള ആൾക്കാരാണ്. ബഡാബായ് ചോട്ടാബായ് അങ്ങനെ നമ്മളെ സംസം ഇലക്ട്രോണിക്സിൻ്റെ ഭാഗത്തേക്ക് എല്ലാം എത്തി. ഇത് നേപ്പാളികളുടെ ഒരു റെസ്റ്റോറൻ്റാണ്. അവിടെ മോമോ കാര്യങ്ങളും കൂടുതൽ അതൊക്കെയാണ് അവിടെ കാണുന്നത്. അവരുടേതായിട്ടുള്ള ചൈനീസ് ഫുഡുകളും കാര്യങ്ങളും അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു. രണ്ട് സൈഡിലും ഒരുപാട് തുണിക്കടകളും ഇലക്ട്രോണിക്സ് കടയും ജ്വല്ലറികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ വഴിയിലൂടെ ഞാനിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ലീവായ ദിവസം ഇവിടെ അധികം കുറച്ച് ആൾക്കാരെ കുറവെല്ലാം കാണുന്നുണ്ട്. ചൂടായതുകൊണ്ടാവും ചിലപ്പോൾ അങ്ങനെ. അതെല്ലാം കണ്ടിട്ട് ഞാനിങ്ങനെ നടന്നു പോകുന്നു. ഇത് വന്നിട്ട് ശ്രീലങ്കൻ റെസ്റ്റോറൻറ്റ് അതൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. അതെല്ലാം കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞാനിതാ അങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളൊരു കൂട്ടുകാരൻ ഉണ്ട് അവിടെ. അവനെയും കണ്ട് അവർ നേരിട്ട് കുറച്ച് നേരം സംസാരിച്ച് വീണ്ടും അങ്ങനെ നടന്ന് ഭാരത് പോയത്തെ ഒരുപാട് കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇവിടെ ഒരുപാട് കടകളുണ്ട്. 1 to 10, 1 to 20 എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്ത് കുറച്ച് തിരക്കുകളുണ്ട് കേട്ടോ. കൂടുതലും നാട്ടിൽ പോകുന്ന ആൾക്കാർ ചീപ്പ് ആൻഡ് ബെസ്റ്റ് പ്രൈസിൽ സാധനങ്ങളെല്ലാം കിട്ടുന്ന ഒരുപാട് കടകളാണ്. അപ്പോൾ ആ കാണുന്ന കടകളൊക്കെ കാണുന്നത് ഗിഫ്റ്റ് ലാൻഡ്, ഗിഫ്റ്റ് കിങ്, അങ്ങനെ ഒരുപാട് ബോളിവുഡ്, ഗിഫ്റ്റ് ലാൻഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 1 to 10, 120 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കടകളുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ കുറച്ച് തിരക്കെല്ലാം കാണുന്നുണ്ട്. ഇവിടെ കാണുന്ന രീതിയിലാണ് 1 to 20 എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിലോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരും ഇങ്ങനത്തെ കടകളിൽ നിന്നാണ് സാധനങ്ങളെല്ലാം വാങ്ങാൻ ഓഫറുകളെല്ലാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കടയിലെല്ലാം വന്നിട്ട് സാധനങ്ങളെല്ലാം വാങ്ങി. അതെല്ലാം കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ നടന്നു പോവുകയാണ്. വലിയ തിരക്കൊന്നും കാണുന്നില്ല. ഞാനും ഒരുപാട് പ്രതീക്ഷകളോടാണ് വന്നത്. ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ബോളിവുഡ് എന്ന് പറഞ്ഞിട്ട് ഇതും ഒരുപാട് ഓഫറുകൾ എല്ലാം വെക്കുന്ന ഒരു കട തന്നെയാണ് കേട്ടോ. നല്ല വലിയ കടകൾ തന്നെയാണ്. അവിടെ കുറച്ച് തിരക്കുണ്ട്. അതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ വീണ്ടും നടന്നു പോവുകയാണ്. അബ്രയുടെ സൈഡിലോട്ട് എത്താനായിട്ടുണ്ട്. ഇങ്ങനെ റൗണ്ട് അടിച്ച് വന്നതെന്ന് മാത്രം. ഇതൊരു പഴയൊരു കട തന്നെയാണ് കേട്ടോ. ഒരുപാട് പഴക്കമുണ്ട്. ഒരു മലയാളികൾ തന്നെയാണ് കട. അവിടെ ഒരു വിധം നമുക്ക് ആവശ്യപ്പെട്ട ചെറുകിട സാധനങ്ങളെല്ലാം കിട്ടും. അതെല്ലാം കണ്ടു വന്നപ്പോഴാണ് കോട്ടക്കൽ ആയുർവേദ കട അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മുടെ നാട്ടിലെല്ലാം കാണുന്ന തുളസി, ചെമ്പരത്തി, അലവേര അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ 10 ദിറംസിന് അതേപോലെ 15 ദിറംസ്, 5 ദിറംസിനെല്ലാം കിട്ടും. അതെല്ലാം ഒരുപാട് ആൾക്കാരെല്ലാം വാങ്ങിക്കൊണ്ടേ ബാൽക്കണിയിലെല്ലാം വെക്കട്ടെ. തുളസി കാര്യങ്ങളെല്ലാം ചെമ്പരത്തി വാങ്ങിക്കൊണ്ടേ വെക്കുന്നത്. ഇവിടെ എല്ലാം മലയാളീസിൻ്റെയും ഇറാനിയുടെയും സ്വീറ്റ്സിൻ്റെയും ഒക്കെയുള്ള കടകളൊക്കെയാണ്. അതെല്ലാം കണ്ടിട്ട് ഞാനിങ്ങനെ റൂമിലോട്ട് തിരിച്ച് പോവാണ്. ചെറിയൊരു വീഡിയോസ് തന്നെയാണ് സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോസിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ മാറ്റി വീണ്ടും കണ്ടിരിക്കും. ഓക്കെ, ബൈ.